ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഹൈറിച്ച് എന്ന് പറയുന്ന ഈ കള്ള കമ്പനിയിലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു 37,000-ഓളം ആൾക്കാരുണ്ട് ഇതിൽ ജോയിൻ ചെയ്തതായിട്ട്. 37,000. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ആരാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടം ബാരിക്കേനെയാണ്. ബാരിക്ക മുത്താണ്. ബാരിക്കയുടെ ആദ്യത്തെ ആ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു. ഈ മദ്യപിക്കുന്നവർ മദ്യം നല്ലതാണെന്ന് പറയും, കുടിക്കാത്തവർ മദ്യം മോശമാണെന്ന് പറയും. അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ അന്ന് തൊട്ടാണ് എനിക്ക് ബാരിക്കേനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി തുടങ്ങിയത്. അപ്പോൾ ബാരിക്കേൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നൊഴിയാതെ ഇന്ന് സൂം മീറ്റിങ്ങിൽ ഇന്ന് ഷിബു സാറിൻ്റെ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്കൊക്കെ ധൈര്യം ഉണ്ട്, ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. ഒരു ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാവരോടും പറ. ആ മറ്റേ വാട്സപ്പൊക്കെ ഒന്ന് അഡ്മിൻ ഓൺലി മാറ്റിയിട്ട് ധൈര്യം ഇങ്ങനെ അങ്ങനെ സ്വന്തം സൂം മീറ്റിങ്ങിലോ അല്ലെങ്കിൽ അഡ്മിൻ ഓൺലി ഗ്രൂപ്പിൽ നിന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കാതെ ആണാണെങ്കിൽ എല്ലാവരോടും പറ. നിങ്ങളാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ലീഡർ. ബാക്കി എല്ലാവരും ചിതറി, ബാക്കിയെല്ലാം ക്രിപ്റ്റോ തട്ടിപ്പും മറ്റുള്ള തട്ടിപ്പും ഒക്കെ പോവല്ല. നിങ്ങളാണല്ലോ. ഉണ്ടോ? ദിവസവും 1 മണിക്കൂറെങ്കിലും ഓപ്പൺ ആക്കി ഇടാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പറയാൻ? അതിൽ നമ്മളൊന്നും അവിടെ ഇല്ല. നിങ്ങളെ ആൾക്കാർ തന്നെയാണ്, പൈസ ഇട്ട ആൾക്കാർ തന്നെയാണ്, ബില്യണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവർ തന്നെയാണ് ഉള്ളത്. ഒരു മണിക്കൂർ ഡെയിലി ഇടാൻ വേണ്ടി കഴിയോ? അറിയാം, അന്നേരം അറിയാം, ഉത്തരം മുട്ടുന്നത് അന്നേരം അറിയാം. ഇങ്ങനെ പലതും സംസാരിക്കാൻ പറ്റാത്ത സൂം മീറ്റിങ്ങിൽ വന്നിട്ട് തള്ളി മറിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളെന്നും അറിയാം. അപ്പോൾ പറയുന്നത് നമ്മുടെ ബാരിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ബാരിക്കിന്ന് വളരെ ഇവൻ്റെയും പിന്നെ മറ്റേ ഷമീന സാറുണ്ടെങ്കിൽ മാഡം ഉണ്ടാവും, അതാണ് വേറൊരു കാര്യം. അപ്പോൾ പിന്നെ തള്ളുകളായിരുന്നു, ഭയങ്കരമായിട്ട് തള്ളുകൾ. പിന്നെ അതിൻ്റെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ. 36 ലക്ഷം ഉണ്ടാക്കിയ ഒരു ബെസ്റ്റ് ഉളുപ്പാണോ ഉളുപ്പ്. പിന്നെ ഭാര്യക്ക് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മണീച്ചേൻ്റെ ഭാഗം കണ്ടിട്ടല്ല ഈ ഹൈറിച്ചിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള സത്യം. എന്തുമാത്രം തങ്കപ്പെട്ട മനുഷ്യനാണത് അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഞാൻ ഈ മണീച്ചേൻ്റെ ഭാഗം കണ്ടിട്ടല്ല ഈ ഹൈറിച്ചിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു പ്രൊഡക്റ്റ് ലോകത്തെല്ലാവിടെയും വിൽക്കാനുള്ള പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ഒരു ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയെ കണ്ടത് എന്ന്. അതെനിക്ക് സത്യമാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മണീച്ചൻ ഭാഗം കണ്ടിട്ടല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിനൊരു മണീച്ചൻ ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. പിന്നെ ഇത് പറയുമ്പോഴാണ് എനിക്ക് ഒരു ഓർമ്മ വന്നത്, നിങ്ങൾ പണ്ടൊക്കെ തള്ളി മറിച്ചിരുന്നത് 199 രാജ്യങ്ങളിലോ മറ്റോ ഹൈറിച്ച് ഉണ്ട് എന്നതായിരുന്നു. ഇപ്പം എന്താ അതൊന്നും പറയാത്തത്? HRC കോയിനെ മറന്നതുപോലെ ഇതും മറന്നുപോയോ? നിങ്ങളുടെ വിദേശങ്ങളിലുള്ള ഇടപാടുകൾ. എന്തായാലും ഒരുപാട് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റുകളുണ്ട്, പക്ഷേ എന്തിന്? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.